ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തുയേശുവിന്റെ മാതൃനാമത്തിൽ എന്റെ സ്നേഹവന്ദനം. എന്റെ പേര് വാന്തിരി ഷൈജു ജോർജ്. ഞാൻ പത്തനംതിട്ട എലന്തൂരിലെ സഭയുടെ ശുശ്രൂഷനായി ദൈവവേല ചെയ്യുന്നു. ഇന്ന് നിങ്ങളെവരെയും ഈ പരിപാടിയിലൂടെ കാണുവാൻ സഹായിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയജനമേ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഒരു സ്വർഗീയ നഗരം എന്ന കുറിച്ചാണ്. അതിനെക്കുറിച്ച് എബ്രായർ 12:22 ഇങ്ങനെ ഒരു വാക്യം നാം വായിക്കുന്നു. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്നുവെന്ന്. ആ പ്രിയജനമേ, നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും പ്രശസ്ത നഗരങ്ങളിൽ ഒന്നാണ് ജെറുസലേം. നമ്മളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കേട്ടിട്ടുണ്ടാവും, റീന ജെറുസലേം എന്നൊക്കെ പറഞ്ഞ്. നമുക്ക് അവിടുത്തെ വീതികളൊക്കെ, അവിടുത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ കാണിച്ചു തരുന്ന നാം പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. നേരിട്ട് നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നമുക്കറിയാം, ബൈബിൾ ചരിത്രത്തിലെ ജെറുസലേം പട്ടണം വളരെ പ്രധാനം അർഹിക്കുന്ന ഒരു പട്ടണമാണ്. ദാവൂദിന്റെ നഗരമെന്നും അതുപോലെ ശലോമോൻ പണിതെടുത്ത വലിയ ദേവാലയവും കൊട്ടാരങ്ങളും ഒക്കെ അവിടെ കാണാം. അവിടുത്തെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ 1578 ഉദ്യാനങ്ങളും പൊതുവിഹാര സ്ഥലങ്ങളും അതുപോലെ 2000 പുരാവസ്തു സ്ഥലങ്ങളും 70 സാംസ്കാരിക കേന്ദ്രങ്ങളും 60 മ്യൂസിയങ്ങളും 3.5 ദശലക്ഷം വാർഷിക വിനോദസഞ്ചാരികളും 90,000-ൽ പരം ഹോട്ടൽ മുറികളുമുള്ള ഒരു പട്ടണമാണ് ജെറുസലേം. അത് ദാവൂദ് രാജാവിന്റെ കാലം മുതലേ നഗരം ഗണ്യമായി വളർന്നിരിക്കുന്നതായി നമുക്കറിയാൻ കഴിയും. മാത്രമല്ല, ഈ നഗരത്തിന്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ 3 മതങ്ങളുടെ വിശുദ്ധ നഗരമായി ഇത് അറിയപ്പെടുന്നു. നമുക്കറിയാം, യഹൂദന്മാരുടെയും അതുപോലെ ക്രിസ്ത്യാനികളുടെയും ഇസ്ലാം മതത്തിന്റെയും വിശുദ്ധ നഗരമായി കണക്കാക്കുന്നതിനാൽ ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും ആളുകൾ ആ ഹോലി സിറ്റി ആയ ഈ ജെറുസലേമിനെ എപ്പോഴും വിസിറ്റ് ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. അതിനാൽ അതിന്റെ ചരിത്രത്തിൽ പറയുന്നത് ഇത് 52 പ്രാവശ്യം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. 44 പ്രാവശ്യം ഇതിനെ പിടിച്ചെടുക്കുകയും 44 തവണ പിടിച്ചെടുക്കുകയും തിരിച്ച് പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കൂടാതെ 23 പ്രാവശ്യം ഉപരോധിക്കപ്പെട്ടിട്ടുണ്ട്. 2 തവണ പൂർണ്ണമായി നശിപ്പിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. ജെറുസലേം എന്ന ഈ പദത്തിന്റെ അർത്ഥം സമാധാനത്തിന്റെ നഗരം എന്നാണ്. പക്ഷേ ഇന്ന് അത് സമാധാനപരമാണ് എന്ന കാര്യം നമുക്കെല്ലാം സംശയമാണ്. നമ്മൾ TV വാർത്തകളിലൊക്കെ കാണുമ്പോൾ നമുക്കറിയാം, ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയിട്ട് മാസങ്ങളായി. ഇന്ന് അവിടെ വളരെ യുദ്ധഭീഷണി നേരിടുന്ന സ്ഥലമാണ്. എപ്പോഴാണ് മിസൈൽ വന്ന് വീഴുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും ആ നഗരത്തിന്റെ പ്രത്യേകതകൾ നാം കേട്ടു. ഇന്നത്തെ അതിന്റെ അവസ്ഥകളെ നാം അറിയുന്നു. പക്ഷെ വേദപുസ്തകം പറയുന്നു, ആമേൻ, ഈ നഗരത്തെ ദൈവത്തിന്റെ സഭയായ പുതിയ യെരൂശലേമിന്റെ പ്രതീകമായി സംസാരിക്കുന്നു. അപ്പോസ്തലൻ നമ്മുടെ കാഴ്ചയിൽ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിലേക്ക് നമ്മളെ ശ്രദ്ധ ആകർഷിക്കുന്നു. നമുക്ക് ഈ ഫിലിപ്പിയർ 3:20 ഇങ്ങനെ വായിക്കാൻ കഴിയും. എന്നാൽ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്നും കർത്താവ് യേശു ക്രിസ്തു വരുമെന്ന് നാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ആ പ്രിയജനം, നമ്മളെല്ലാവരും ദൈവത്തിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നാൽ ഈ ഭൂമിയിലെ ജെറുസലേമിന്റെ അവസ്ഥ എങ്ങനെയാണ്? എന്നാൽ സ്വർഗീയ ജെറുസലേം എന്ന് പറയുമ്പോൾ അവിടുത്തെ വീഥികൾ സ്വർണ്ണവീഥികളാണ്. അവിടെ വിശപ്പില്ല, ദാഹമില്ല, മരണമില്ല, രോഗമില്ല, ദുഃഖമില്ലാത്ത ആ നാട്ടിൽ നമുക്ക് എത്തണം. അപ്പൊ നമുക്ക് ദൈവം പൗരത്വം നൽകിയിരിക്കുന്നത് സ്വർഗീയ പൗരത്വമാണ്. അപ്പോൾ നമ്മൾ ആ ദേശത്തിൽ എത്താൻ വേണ്ടി വളരെ ആകാംക്ഷയോടെ യേശുവിന്റെ വരവിന് വേണ്ടി നാം കാത്തിരിക്കണം. അതുപോലെ യെരൂശലേമിനെ കുറിച്ച് പറയുന്നത്, ഇത് ആത്മീയ ഇസ്രായേൽ മക്കളുടെ പട്ടണമാണ്. എങ്ങനെയാണ് പറയുന്നത്? ദൈവത്തിന്റെ യഥാർത്ഥ മക്കൾ ആത്മാവിനാൽ ജനിച്ചിരിക്കുന്ന മക്കളാണ്. ഇപ്പോൾ മീതെയുള്ള യെരൂശലേമിന്റെ ഭാഗമാണത്. അത് സ്വാതന്ത്ര്യവും നമ്മുടെ എല്ലാവരുടെയും അമ്മയുമാണ്. അപ്പോൾ പ്രിയജനമേ, നമ്മൾ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് നാം ആ ദൈവത്തിന്റെ വിശുദ്ധ നഗരമായ ആ സിയോനിൽ കർത്താവിന്റെ വരവിങ്കൽ നമ്മളും എത്തിച്ചേരണമെന്നാണ്. അതിനായി നാം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം. നമുക്കറിയാം, യെരൂശലേമിലെ പഴയ തെരുവുകളിലൂടെ നടന്ന് ബൈബിൾ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുന്നത് കൗതുകകരമായൊരു കാര്യമാണ്. എന്നാൽ അതൊരിക്കലും നഗരവീതിയുടെ സ്വച്ഛ സ്ഫടിക തുല്യമായ ആ തങ്കവീതിക്ക് തുല്യമാകത്തില്ല. എന്നാൽ നമ്മുടെ ഇന്നത്തെ ജീവിതത്തില് വിശ്രമമില്ലാത്ത ഈ ഭൗമ നഗരത്തിലേക്കുള്ള വിനോദസഞ്ചാരികളായി മാത്രം നാം
തീരരുത്. നമുക്കറിയാം, ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ വിസ തീരുമ്പോൾ നമുക്ക് മടങ്ങി വരണം. അതുകൊണ്ടാണ് ഭക്തൻ ഇങ്ങനെ ഒരു പാട്ട് പാടുന്നത്: അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം, സ്വർപ്പുരിയാണ് എൻ്റെ നിത്യമാം വീട്. അപ്പൊ നമ്മുടെ വീട് സ്വർഗപുരിയാണ്. അതിനായി നാം കാത്തിരിക്കണം. അവിടെ പോകാനായി നാം ദൈവകൽപ്പനകൾ അനുസരിച്ച് യേശുവിൽ വിശ്വസിച്ച് നാം അതിനായി ഒരുങ്ങാം. നമ്മളൊരു വിനോദസഞ്ചാരികളായി മാത്രം ഇരുന്നാൽ നമ്മൾക്ക് ആ ദേശത്ത് നിന്ന് മടങ്ങി വരേണ്ടി വരും. എന്നാൽ ഒരു പൗരത്വം സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ദേശത്ത് നമുക്ക് എപ്പോഴും വസിക്കുവാൻ കഴിയും. ഞാൻ ഒത്തിരി രാജ്യങ്ങളിൽ പോകാൻ എനിക്ക് ഭാഗ്യം കിട്ടുന്നുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങളൊക്കെ. അതിൻ്റെയൊക്കെ പ്രത്യേകിച്ച് നമുക്ക് ദുബായ് പോലത്തെ പട്ടണങ്ങളൊക്കെ ചെല്ലുമ്പോൾ കാണുമ്പോൾ അത്ഭുതം തോന്നും, അവിടുത്തെ വലിയ വൻ കെട്ടിടങ്ങളും ഉദ്യാനങ്ങളും ഒക്കെ. പക്ഷെ നമുക്ക് കൊതി തോന്നും അവിടെ ദീർഘവർഷം വസിക്കാൻ അവസരം കിട്ടിയെങ്കിലും ഒന്ന്. എന്നാൽ നമ്മളൊക്കെ വിസ തീരുമ്പോൾ നമുക്ക് മടങ്ങി വന്നേ പറ്റുള്ളൂ. എന്നാൽ ഈ ഭൂമിയിൽ ഇത്ര മനോഹരമായ പട്ടണങ്ങളും നമ്മളെ ആകർഷിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ആ സ്വർഗീയ സിയോൻ, ആ ജെറുസലേം, ആത്മീയ ജെറുസലേം എത്ര ഭംഗിയുള്ളതായിരിക്കും. അതിനായി നാം നമ്മൾ തന്നെ ഒരുക്കാം. അപ്പോൾ പ്രിയ ദൈവജനമേ, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നതായ 3 സഹോദരിമാരുണ്ട്. അവരുടെ പേര് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ നെടുങ്ങാടപ്പള്ളിയിലെ സിതാര സാറ പൗലോ സിസ്റ്ററിനും, അതുപോലെ കുമ്പനാട് ചർച്ചിലെ ജൂലിയറ്റ് അലക്സിനും, അതുപോലെ ശാന്തമ്മ ജോൺ എന്ന സഹോദരിക്കും ദൈവനാമത്തിൽ ഹാപ്പി ബർത്ത്ഡേ അറിയിച്ചു കൊള്ളുന്നു. ദൈവം നിങ്ങളെ ഈ പുതിയ വർഷത്തിൽ ധാരാളമായി അനുഗ്രഹിക്കട്ടെ, കാത്തു പരിപാലിക്കട്ടെ, തന്റെ നാമത്തിന് വേണ്ടി എടുത്ത് ഉപയോഗിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ സ്തോത്രം. പ്രിയദേവജനമേ, നമുക്ക് എല്ലാവർക്കും കണ്ണടച്ച നമുക്ക് ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾക്ക് കർത്താവേ ഒരു സ്വർഗീയ നഗരം ഞങ്ങൾക്കായി ഇനി ഒരുക്കിയിരിക്കുന്നു. അതിനായി ഞങ്ങൾക്ക് പൗരത്വം നൽകിയിരിക്കുന്നു. കർത്താവ് ഞങ്ങളെ അവിടെ കൂട്ടിക്കൊണ്ടുപോകാനായി മടങ്ങി വരാനിരിക്കുന്നു. ഞങ്ങൾ കേൾപ്പാനിടയായല്ലോ. ഭൂമിയിലെ ജെറുസലേമിനെ കുറിച്ച് ഞങ്ങൾ കേട്ടു. നമ്മുടെ യുദ്ധഭീഷണിയിലായിരിക്കുന്ന ജനങ്ങളെ ദൈവം വിടുവിക്കണമേ. കർത്താവേ, എന്നാൽ നിന്റെ രാജ്യത്തിന്റെ അവകാശികളായി ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റണമേ. ഒരു കൂട്ടം ജനത്തെ ആ രാജ്യത്തിന് വേണ്ടി ഒരുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്കായി അവിടുന്ന് വാഗ്ദത്തം നൽകിയിരിക്കുന്ന ആ ഭൗതിക ഭവനം, ആ സ്വർഗീയ ഭവനം കർത്താവെ ഞങ്ങൾ യാതൊരു വിധത്തിൽ നഷ്ടമാക്കാതെ അവിടെ എത്തിച്ചേരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. അതിന് തടസ്സമായിരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിലെ പാപങ്ങളെല്ലാം ക്ഷമിക്കണമേ. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന 3 സഹോദരിമാരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാത്മ, ശാരീരിക, മാനസിക, ഭൗതികമായി അവരെ അനുഗ്രഹിക്കണമേ. വചനം കേട്ട് ഏവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവെ അവിടുത്തെ ആ വാഗ്ദത്ത ദേശത്തിന്റെ അവകാശികളായി മാറ്റണമേ. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.